കക്കാത്തോരൻ, മീൻ, നാരൻ കുഞ്ഞ്. അയ്യോ, ഇപ്പോൾ വളരെ ചർച്ചാ വിഷയമായിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാനീയം ഇവിടെ ഇരിപ്പുണ്ട്. ശംഖുപുഷ്പം ഇട്ട വെള്ളം. ഇന്ന് എന്ത് വിഭവം ഞങ്ങൾക്ക് തരാൻ പോകുന്നത്? നമ്മുടെ നെയ്മീൻ കറി നാടൻ രീതിയിൽ. ഇവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. നെയ്മീൻ കറി ഒരു പീസ് ഉണ്ടോ? അവനും ആള് പുലിയാണ് കേട്ടോ. ഈ മീൻ കറി അപ്പം കൊണ്ടുള്ള കോമ്പിനേഷൻ കിടിലമാണ്. ശരിക്കും പറഞ്ഞാൽ പൂ ചോദിച്ചപ്പോൾ പൂക്കാരം തന്ന പോലായി. ശംഖുപുഷ്പം കണ്ണിരുതുമ്പോൾ. അങ്ങനെ നടന്നേ ഒരു പരുവായി. ഈ നടത്തം എന്തിനാണ് നിങ്ങൾക്കറിയാമല്ലോ. വ്യത്യസ്തമായ രുചികൾക്ക് വേണ്ടി നമ്മൾ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ചതേ വ്യത്യസ്തമായിട്ട് കുറേ ഐറ്റങ്ങൾ കൊടുക്കുന്ന ഒരു കടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാധാരണ നമ്മൾ ഹോട്ടലുകളാണല്ലോ കവർ ചെയ്യുന്നത്, ഇതൊരു ഹോട്ടലിൻ്റെ ഭാഗമാണ്. ആ ഹോട്ടലിൻ്റെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കൊല്ലം കൊട്ടാരക്കരയ്ക്കടുത്ത് എഴുകോണെന്ന് പുത്തൂരേക്ക് പോകുന്ന വഴിക്ക് ഇരുമ്പനങ്ങാടെന്ന് പറയുന്ന ഒരു പച്ചയായ ഗ്രാമം, അവിടെ ഒരു കടയുണ്ട്. കുഞ്ചുവിൻ്റെ കട, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ചുവണ്ണൻ്റെ കട. ഇവിടെ വെച്ചേക്കുന്ന വിഭവങ്ങൾ കണ്ടോ? കാന്താരി, മാങ്ങ, നാരങ്ങ, വെളുത്ത നാരങ്ങ, അങ്ങനെ കുറേ അച്ചാറുകൾ. ഇതെല്ലാം ഇവിടെ സ്വന്തം പ്രോഡക്റ്റുകളാണ്. കുഞ്ചുവണ്ണൻ്റെ കട പോരെ. അതെ, നമ്മുടെ കുഞ്ചുവണ്ണൻ്റെ കട. ആ കടയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ചുവണ്ണനാണിത്. ചിലപ്പോൾ നിങ്ങൾ വെളിയിൽ നിന്ന് കട കണ്ടു വിചാരിച്ചു, അയ്യോ ഇതൊരു കൊച്ചു കടയാണല്ലോ. ശരിയാണ്, കുഞ്ചുവണ്ണൻ്റെ കട കൊച്ചു കടയാണ്. പക്ഷേ ഈ കടയിലുള്ള ഐറ്റംസുകളെ ഒരുപാട് എണ്ണിയാൽ തീരാത്താണ്. അത് കാണിക്കാം. അതിന് മുമ്പ് വിശേഷങ്ങൾ. ഇപ്പോൾ 10ാം വർഷത്തിലേക്ക് എത്തുന്നു. കച്ചവടം അടിപൊളിയായിട്ട് നടക്കുന്നു. ഇതുവരെ ആർക്കും കൊടുക്കാത്തൊരു ഐറ്റമാണ് നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് എന്ത് വിഭവം ഞങ്ങൾക്ക് തരാൻ പോകുന്നത്? നമ്മുടെ നെയ്മീൻ കറി നാടൻ രീതിയിൽ നമ്മളെങ്ങനെ വെക്കാം. നാടൻ രീതിയിൽ നെമ്മീൻ കറി. അപ്പോൾ അതിന് കൂട്ടായിട്ട് നല്ല അപ്പം തരാം. നല്ല അപ്പവും നെമ്മീൻ കറി. ഇപ്പോൾ വളരെ ചർച്ചാ വിഷയമായിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാനീയം ഇവിടെ ഇരിപ്പുണ്ട്. ശംഖുപുഷ്പം ഇട്ട വെള്ളം. നല്ല ചൂടുണ്ട്. ഇത് ചൂടോടെ ഇട്ട് കുടിച്ചാൽ നല്ല കുശിരു ഉന്മേഷമാണ്. ഒരുപാട് പേര് ഉപയോഗിക്കും, നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതേ കണ്ടല്ലോ, ചട്ടിക്കകത്താണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, പുളി, പിന്നെ നെയ്മീൻ്റെ പീസ്, ഉലുവാപ്പൊടി, ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. അപ്പോൾ അതേ ചട്ടിയിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇപ്പോഴത്തെ വെളിച്ചെണ്ണ വിലയൊക്കെ കേട്ട് അറിയാമല്ലോ എല്ലാവർക്കും. പക്ഷെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിച്ചുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. നമ്മൾ മില്ലി നാട്ടിൽ കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ. ഇത് കഴുകി ഉണക്കി പൊടിച്ചത്. പിന്നെ ഈ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഐറ്റംസ് എല്ലാം നമ്മുടെ സ്വന്തം ഐറ്റമാണ്. കഴുകി ഉണക്കി ബിരിയാണിയോട് ചേർന്നതാണ്. അത് വാങ്ങാനും ഇവിടെ കിട്ടും. ഇവിടെ മഞ്ഞളൊക്കെ കിലോ കണക്ക് 1/2 കിലോ 1 കിലോ പാക്കറ്റ് വരുന്നവർക്ക് വാങ്ങാനായിട്ട് തയ്യാറാക്കി എല്ലാ വർഷവും ഉണക്കി പൊടിപ്പിച്ച് വെക്കുന്നതാണ്. അതായത് ഈ പറയുന്ന ഒരു ഐറ്റം മാത്രമേ വെളിയിൽ നിന്ന് മേടിക്കുന്നുള്ളൂ, മീൻ. ബാക്കി എല്ലാ ഐറ്റംസും ഏകദേശം ഇവിടെ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണ നല്ല മൺചട്ടിയിൽ വെന്ത് വരുമ്പോൾ അതിൻ്റെ ഒരു മണമുണ്ടല്ലോ. രാവിലെ ഏകദേശം എത്ര മണിയാകുമ്പോൾ തുടങ്ങും? 5:30 ആകുമ്പോൾ തുടങ്ങി രാത്രി 9:30-10 മണി വരെ, തീരുന്നിടം വരെ. പിന്നെ ഒരു കാര്യം, കുടുംബസമേതമാണ്. ഓപ്പോസിറ്റ് നമ്മൾ നാരങ്ങാവെള്ളം കുടിച്ചത് അനിയനും ഫാമിലിയാണ്. ഇവിടെ കുഞ്ചുവണ്ണനുണ്ട്, കുഞ്ചുവണ്ണൻ്റെ ഭാര്യയുണ്ട്, അമ്മ ഇപ്പം വീട്ടിലാണ്. അപ്പോൾ കുടുംബസമേതം ഒന്നടങ്ക് ഇവിടെ തന്നെയുണ്ട്. മക്കൾ മാത്രം പഠിക്കാൻ പോയിട്ട് വരുന്നത്. പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി കുറേ ഇട്ടു, മനസ്സറി. പിന്നെ ദേ ഇതിലേക്ക് തക്കാളിപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത്. വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് നല്ലൊരു മീൻകറി നിങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഈ രുചി ചിലപ്പോൾ അവിടെ കിട്ടണമെന്നില്ല. അത് 10-15 വർഷമായിട്ട് കച്ചവടം ചെയ്യുന്നതിൻ്റെ ഒരു കൈപ്പുണ്യത്തിൻ്റെ ഒരു നിറവാണ്. ഉപ്പിട്ടു, ചൂടുവെള്ളത്തിൽ വെച്ചിരിക്കുന്ന പടക്കം പൊടി. പൊടിയിട്ട മീൻകറിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, അതിനൊരു വിവരണത്തിൻ്റെ ആവശ്യമില്ലല്ലോ.
ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി, കാശ്മീരിയും പിരിയനും കൂടെ ചേർത്ത് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇപ്പം മീനിൻ്റെ കഷ്ണം ഇട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു മണം അടിച്ചു തുടങ്ങിയിട്ട്. അതേ നമ്മൾ ചൂടുവെള്ളം 2 ഗ്ലാസ് അതിലേക്ക് ഒഴിച്ചു. ഒരുപാട് ദിവസമാവാതെ നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അതെ, പണ്ട് പറയുന്നത് ഒരുപാട് ചാറിലല്ല, ഒരു കുറുകുറ ഐറ്റം, ഒരു കുറുകുറ മീൻകറി അപ്പവും. മാത്രമല്ല ഇത് ഇങ്ങനെയാണ്, ഇതിനകത്ത് ഇപ്പോൾ തേങ്ങാപ്പാൽ അങ്ങനെയൊന്നും ചേർത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാവിലെ ഇതിങ്ങനെ ചൂടാക്കി റെഡിയാക്കി വെള്ളം പറ്റിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ രാവിലെ വരെ ആവും. നല്ല രാവിലെ ആയിരിക്കും പുളിയുടെ മീനകത്തൊക്കെ പിടിച്ച് നല്ല ഈ പരുവം. അപ്പോൾ അതെ നെയ്മീൻ അത്യാവശ്യം വലിയ പീസ്, 1/2 കിലോ നെയ്മീനാണ് നമ്മളിന്ന് കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മാംസത്തിലേക്ക് ഈ എരിയും പുളിയും പിടിക്കുമ്പോഴേ അറിയാമല്ലോ പറയുന്നത്. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് വാങ്ങുന്നതിന് മുമ്പായിട്ട് ഒരവസാന ഘട്ട കറിവേപ്പില വെളിച്ചെണ്ണ ഒഴിച്ച് അടിപൊളി. ഈ മീൻകറി വെക്കുന്ന പരിപാടി അന്ന് നിഷ്പ്രയാസം സാധിച്ചു കഴിഞ്ഞു. നമ്മൾ കൊതിയോടെ കണ്ടു കഴിഞ്ഞു. പിന്നെ ഇവിടെ കൊതിയൂറും കുറേ വിഭവങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തണം. അപ്പോഴത്തേന് മീൻകറി ഇരുന്ന് നമ്മളെ കൊതിയൂറുന്ന രീതിയിലേക്കാവും. പോരെ, ഇതേ കണ്ടില്ലേ, വൈകിട്ടത്തേക്കുള്ള പൊറോട്ട തുടങ്ങി. നല്ല പൊടിയും മുളക് ഇട്ട അയിലക്കറി, അമ്മൂറിൻ്റെ തലക്കറി, കക്ക റോസ്റ്റ്, ഇത് നാരൻ കൊഞ്ച്, ഇത് ചിക്കൻ നമ്മുടെ നാടൻ രീതിയിൽ ഗ്രില്ല് ചെയ്യുന്നത്. ഇത് ഞാൻ ഇപ്പം ഞെട്ടിയില്ലേ, ഞെട്ടലിൻ്റെ കൂടെ വായിൽ വെള്ളം വന്നില്ലേ. അപ്പം ഞങ്ങളുടെ അവസ്ഥ ആലോചിച്ചു എമ്പാടുമായിട്ട്. അപ്പം അതെ നമ്മൾ ഇലയിട്ട് കാത്തിരിക്കുകയാണ്. ചൂടപ്പവും നെയ്മീൻ കറിയും ചട്ടിയോടി പണ്ണം കൊണ്ടുവരും. കുഞ്ഞടാ എങ്ങനെ ഇരിക്കുന്നു? ചട്ടിയോടെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ചട്ടിയോടെ തന്നെ കൊണ്ടുവരും. ചൂടപ്പം കാരണം അപ്പം ഒരെണ്ണം മതി, ഞാൻ കടിച്ച് നോക്കിയിട്ട്. അപ്പം ഐശ്വര്യമായിട്ട് നെയ്മീൻ കറി, പച്ചമുളക് കൂടെ ചേർന്നൊരു പീസ്, നമ്മുടെ വടക്കം പുളി, അതിൻ്റെ ഒരു മണം. അപ്പോൾ കുഞ്ചുണ്ണ സ്റ്റാർട്ട് ആക്ഷൻ. ഓക്കെ, ശംഖുപുഷ്പമിട്ട വെള്ളം, അതെ, മീൻചാറിനകത്ത് മുങ്ങിയ അപ്പം, മാസായിട്ട് നെയ്മീൻ കറി. ഒരു പീസ് ഉണ്ടോ, നല്ല മണവുമുണ്ട്, നല്ല എരിയും. ഇതേ പച്ചമുളക്, ഈ പുളിയൊക്കെ അങ്ങോട്ട് കിടന്നിട്ടുണ്ടല്ലോ. ശരിക്കും ഇവിടെ വന്നപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വിഭവം, അതായത് മീൻ കറിയും അപ്പവും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവച്ചേക്കുന്നത് ഇന്ന് ഈ ഹോട്ടലിൽ തന്നെ മറ്റു വിഭവങ്ങൾ കൂടിയാണ്. അതൊക്കെ ഏതൊക്കെയാണ് നിങ്ങൾ പരിചയപ്പെടുത്തരാം. കക്കത്തോരൻ, നാരൻ കൊഞ്ച് എന്ന് പറയുന്നൊരൈറ്റം, സോറി അവക്കാടോ, അത് വേറെ ആരോ അവിടെ കിടന്ന് പറഞ്ഞത്. ഞണ്ട് കറി, പിന്നെ നമ്മുടെ കണമ്പ് എന്ന് പറയുന്നൊരു ഫിഷ് ഐറ്റം. ശരിക്കും പറഞ്ഞാൽ പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്ന പോലായി. അപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കുമോ, പ്രത്യേകിച്ച് റൊണാൾഡ്. അപ്പോൾ നമുക്കിനി ചാറിൽ മുങ്ങിയ അപ്പവും അതിനോടൊപ്പം അല്പം മീനിൻ്റെ കഷ്ണം അങ്ങോട്ട് മുറിച്ച് വെളി വെള്ളാന്നിരിക്കുന്നു. ആ മീൻകറി അവിടെ തന്ന മണം അത് അതേപോലെ രുചിയിലും വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇതേപോലെ വാ മൂടിക്കെട്ടി അങ്ങ് വെച്ചിട്ട് നാളെ രാവിലെ എടുക്കണം. ഈ ഗ്രേവിയൊക്കെ അങ്ങോട്ട് പറ്റി ഈ പുളിയുടെ രുചിയൊക്കെ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ. അപ്പോൾ കൊഞ്ചിനെന്താ പറയണ്ടെന്ന് നോക്കാം. നല്ല മുഴുത്ത നാരങ്ങഞ്ചാണ്, സൂപ്പർ സാധനം. പിന്നെ ഒരു ശകലം കക്ക തോരനിടാം. ഇപ്പോൾ എല്ലാ ഐറ്റത്തിനകത്തും നാടൻ കറിവേപ്പിലയുടെ ഒരു അതിപ്രസരമുണ്ട്, അതുകൊണ്ട് നല്ല രുചിയും മണമാണ്. മാർക്ക് കൊടുക്കാവുന്ന ഐറ്റം തന്നെയാണ്. ചില ദിവസങ്ങളിൽ
ഉച്ച ഊണ് കഴിയുമ്പോഴത്തേനും വിഭവങ്ങൾ മുഴുവനും തീരുമെന്നാണ് പറയുന്നത്. കാര്യം അത്രയ്ക്ക് തിരക്ക് ചില ഒഴിവ് ദിവസങ്ങളിൽ വരാറുണ്ട്. അപ്പോൾ തന്നെ 1-2 സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ വെച്ച് കഴിഞ്ഞു. ഈ കട കഥാപാത്രമായി തന്നെ ഒരു സിനിമ വരാൻ പോകുന്നു. അപ്പോൾ കടയും കടക്കാരനും കടയിലെ അംഗങ്ങളും ചില്ലറക്കാരല്ല. അപ്പോൾ പിന്നെ അവിടുത്തെ വിഭവങ്ങൾ മോശമാകുമോ? ഇത്രയും വിഭവങ്ങൾ മുമ്പിൽ കൊണ്ടുവച്ചിട്ടും ഈ കൈ അങ്ങോട്ട് ഓടാത്തതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? ഈ മീൻകറി അപ്പം കൊണ്ടുള്ള കോമ്പിനേഷൻ കിടിലമാണ്. വിഭവങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വരേണ്ട വഴിയും അറിയാം. ഇനി അറിയേണ്ടത് എന്താണ്? വില വിവര പട്ടിക. ഒരു കാര്യം ചെയ്യാം, എനിക്കറിയാത്ത കാര്യം അറിയാവുന്നോട് ചോദിക്കാമല്ലോ. കുഞ്ചുണ്ണാ എത്തിപ്പോയി ബായിരിക്കും. ഒരു കമ്പനി കൂടാം. ഐറ്റം കഴിച്ചു, ഒന്നും പറയാനില്ല. ശരിക്കും മീൻകറി കൊണ്ടുവച്ച് ഇതിനകത്തോട്ടൊന്നും കൈ അങ്ങോട്ട് കൊണ്ടുപോകാൻ തോന്നുന്നില്ല. അമ്മാതിരി മീൻകറിയാണ്, ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വില ഇല്ല ഒന്ന് പറയാം. അപ്പം നെയ്മീൻകറി അതിന്റെ പീസിന്റെ വലുപ്പം അനുസരിച്ചാണ്. ഓരോരുത്തർ വന്നിട്ട് ചിലപ്പോൾ 50 gram പീസ് മതി, ചില വലിയ പീസ് വേണം. അതിനനുസരിച്ച് അന്നുള്ള വില. അന്ന് മീനിന്റെ മാർക്കറ്റ് വില ഈ കക്കത്തോരൻ ചെറിയ പ്ലേറ്റ് 100 രൂപ. കുറച്ചുകൂടെ കാണും. ഇതിപ്പോ നമുക്ക് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചതാണ്. നാരൻ കൊഞ്ച് ഒരു 23 പൗണ്ടൊക്കെ ഉള്ളതിന് 12-13 പീസൊക്കെ കൊടുക്കാൻ പറ്റും. അത് എത്ര? 300 രൂപ. 12-13 പീസ് ഒരു പ്ലേറ്റിൽ വലിയ പീസ്, വലിയ നാരൻ കൊഞ്ചാണ്. പിന്നെ ഞണ്ട് റോസ്റ്റ് അത് ഒരു 100 ഗ്രാമിന് 100 രൂപ വെച്ച്. 100 ഗ്രാമിന് 100 പല വലിപ്പത്തിലാണ്. ചെറിയ വലിപ്പമാണ്, 2 പീസൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് മീൻ വറുത്തത്, അത് ഊണിൻ്റെ കൂടെ 50 രൂപ 100 രൂപ സെറ്റ്. പിന്നെ ചിക്കൻ ഫ്രൈ, ബീഫ് കറി, ബീഫ് ഫ്രൈ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതിനിവിടെ പിന്നെ പ്രൈസ് ചോദിക്കേണ്ട കാര്യം വരത്തില്ല. ഉറപ്പായിട്ടും കഴിക്കുന്നവർ പാഴ്സൽ മേടിച്ചിട്ടേ പോകത്തുള്ളൂ, ഉറപ്പാണ്. അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ട വെള്ളം. പൊടി മുമ്പിൽ നിൽക്കുന്ന രുചിയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ വിചാരിക്കും എന്ത് കഴിച്ചാലും ഇങ്ങനെയാണല്ലോ. ഫുഡിന് സൂപ്പർ അടിപൊളി നന്നായിരിക്കുന്നു, രുചികരമെന്നല്ലാതെ വേറെ എന്ത് വിശേഷണം പറയാനാണ്? വേറെ ഭാഷകളൊന്നും അറിയാത്തതുകൊണ്ട് ആ ഭാഷകളിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. അറിയാവുന്ന മലയാളത്തിൽ പറയാണ്, ഒന്നും പറയാനില്ല. അതെ, നാരൻ കൊഞ്ച് നല്ല കട്ടിയുള്ള മാംസം കേട്ടോ. അപ്പോഴേ ഞാൻ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നല്ല പാട്ട് കേൾക്കുന്നില്ലേ? കുഞ്ചോൻ്റെ കടയ്ക്ക് തൊട്ടടുത്തായിട്ടുള്ളൊരു പള്ളിയിലെ പെരുന്നാളാണ്. അടുത്ത മൈക്ക് സെറ്റ് ദേ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മൊത്തത്തിലൊരു പെരുന്നാളിൻ്റെ ഒരു മൂഡാണ്. തൊട്ടപ്പുറത്തായിട്ട് അമ്പലത്തിലെ വായനയുണ്ടായിരുന്നു ഇത്രയും നേരം, അവരത് ഓഫ് ചെയ്തു. അപ്പം എന്താ പറയുക, ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നതിൻ്റെ ആ ഒരു ഫീൽ അതേപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ, ഇപ്പോൾ കണ്ണെഴുതാനില്ല, വെള്ളത്തിയിട്ട് കുടിക്കുകയാണ്. ശംഖുപുഷ്പത്തിൻ്റെ ഒരു ഡിമാൻഡ്. അയ്യോ, അപ്പോൾ ഇവിടേക്ക് വരുന്ന വഴി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുമ്പോൾ എഴുകോൺ കഴിഞ്ഞ് തൊട്ടടുത്ത കൃഷിയാണ് ചീരങ്കാവ്. ചീരങ്കാവ് നിന്ന് നേരെ പുത്തൂരേക്ക് പോകുന്ന വഴിയിൽ വട്ടമൺകാവ് ക്ഷേത്രത്തിനടുത്തായി മാറനാടിനും ഇരുമ്പരങ്ങാടിനും ഇടയിലായി കുഞ്ചുവണ്ണൻ്റെ കട. എന്ത് രസമെന്നറിയാം ഇവിടെ കാണാൻ, അതുപോലെ എന്ത് രസമെന്നറിയാം ഇവിടുത്തെ ആഹാരം കഴിക്കാൻ. ബല 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 ബേഷ്. കക്കാത്തോരൻ, മീൻ, നാരൻ കൊഞ്ച്. അവനും ആള് പുലിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഐറ്റത്തിൻ്റെ വില അറിഞ്ഞു, ലൊക്കേഷൻ അറിഞ്ഞു, രുചിയെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് വർണ്ണിച്ചു. ഇനി ഞാൻ സ്വസ്ഥമായിട്ടിരുന്നേ ദേ ഈ ഒരപ്പവും ഈ ചേരുവകളോട് ചേർത്തൊരു പിടി പിടിക്കട്ടെ. ഓക്കെ, ഒരു 10 മിനിറ്റ്.